അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് എന്നോണം നമുക്ക് പോകാം. ഇപ്പം നമ്മൾ മാർമല അരുവിയൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം പരുന്തുംപാറയ്ക്ക് പോകണമെന്ന് പറഞ്ഞാണല്ലോ ഇറങ്ങിയത്. ഇപ്പോൾ നമ്മൾ പരുന്തുംപാറയ്ക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ വാഗമൺ വന്ന് അവിടെ നിന്നും വാഗമൺ നമ്മൾ മുട്ടക്കുന്നിൽ നിന്നും കയറിയില്ല, നേരെ പരുന്തുംപാറയ്ക്ക് പോകാനായിട്ടാണ് വന്നത്. അവിടെ നിന്ന് ഒരു 10 കിലോമീറ്ററോടെ കഴിഞ്ഞ് വന്നു. ഞങ്ങളൊന്ന് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതവിടെ വണ്ടിയൊക്കെ സൈഡിൽ ഒതുക്കി ഞാനും ജിബിനും ഉണ്ട്. അപ്പോൾ 54 കിലോമീറ്ററാണ് ഗൂഗിൾ മാപ്പിൽ നമ്മൾ പരുന്തുംപാറയ്ക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ ഏകദേശം ഇനി ഒരു 23 കിലോമീറ്റർ കൂടി പോകണം. അപ്പോൾ നമ്മൾ വാഗമണ്ണിൽ നിന്നും ഏലപ്പാറ റൂട്ടിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഏലപ്പാറയും ചെന്നിട്ട് അവിടെ നിന്ന് വേണം ഇനി പോകാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ തൊട്ട് താഴെ ഒരു ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്, അവിടെ കുറച്ച് പേരൊക്കെ ഇറങ്ങുന്ന കണ്ടു. അപ്പോൾ കണ്ടോ പുറയിൽ ഇവിടുന്ന് കാണാവുന്നറിയില്ല എത്രമാത്രം. അപ്പോൾ അത് അവിടെ ഇറങ്ങിയ ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കറങ്ങി ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പരുന്തുംപാറയ്ക്കാണ് പോകുന്നത്. കാരണം കാർമേഘങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇനിയിപ്പോൾ മഴ വരുമെന്നാണ് ഇനി ഒരു പേടി. അപ്പോൾ ഇനി മഴയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു ട്രിപ്പ് ആകെ കുളമാകും. അപ്പോൾ കഴിയുന്നതും വേഗം പോയി അവിടുത്തെ വിഷ്വൽസൊക്കെ ഒപ്പിയെടുക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീണ്ടും യാത്ര തുടരാം. അപ്പോൾ നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ച് നമ്മൾ പരുന്തുംപാറ വ്യൂ പോയിൻറ്റിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് വന്നതിന് ശേഷം കണ്ടൊരു ചെറിയൊരു വ്യൂ പോയിൻറ്റിൽ ഇറങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വിഷ്വൽസ് എടുക്കുന്നത്. ഇവിടവും നല്ല ഭംഗിയാണ്. ഇവിടെ വിശാലമായ പാർക്കിംഗ് ഏരിയയൊക്കെ കാണാം. ഇന്ന് മൂടലായതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഇരുളിമ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ കാണാം, കണ്ടോ, നമുക്ക് കണ്ടു തന്നെ പോകാം ഫ്രണ്ടിലോട്ട് ഓരോരോ വ്യൂ. ഇവിടെ അനേകം ടൂറിസ്റ്റുകൾ കുറവാണിപ്പോൾ. അതേ അക്കരെ സൈഡിലാണ് നമ്മൾ എത്തേണ്ടത്. നമ്മൾ കണ്ടോ ഒരുപാടധികം ചെറിയ കടകളും ഇതാ ഒരു മുട്ടക്കുന്ന് കാണാം. അവിടെയാണ് നമ്മൾ മെയിനായിട്ട് എത്തേണ്ടത്. അവിടെ നിന്നാണ് നമുക്ക് വ്യൂ പോയിൻറ്റിലോട്ട് ഇറങ്ങി പോകേണ്ടത്. ഈ മഴ മൂടലൊക്കെ കാരണം കുറച്ച് ലൈറ്റ് കുറവുണ്ട്, അത് ഒരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ വ്യൂ പോയിൻറ്റിലേക്ക് പോവാണ്. എത്തി ഇവിടെ ഇറങ്ങി. ഇതാണ് ഇവിടുത്തെ ചെറിയ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ. കടകളും ഒക്കെ അത്യാവശ്യം തന്നെ ഉണ്ട്. ഇപ്പോൾ ടൂറിസ്റ്റുകൾ അത്യാവശ്യം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ബാത്റൂം ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ പേ ആൻഡ് യൂസാണ്. കുറച്ച് വൃത്തി കാണുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമുക്ക് വ്യൂ പോയിൻറ്റിലോട്ട് നടന്ന് കയറാം. അപ്പോൾ ഇവിടെ നമ്മൾ 2 ബട്ടർ സ്കോച്ചൊക്കെ നമ്മുടെ അണ്ണൻ്റെ അടുത്ത് മേടിച്ച് സ്കീ ഐസ്ക്രീം 2 കഴിച്ച് നമുക്ക് മുമ്പോട്ട് പോവാം. അങ്ങനെ പരുന്തുംപാറ എത്തി. അങ്ങനെ കിടന്ന് ഉറങ്ങട്ടെ, മഴ വീഴും. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വന്നു പോകുന്നുണ്ട്. അപ്പം മഴയ്ക്കുള്ളൊരു പോസിബിലിറ്റി ചാൻസൊക്കെ ഉണ്ട്. നല്ല രീതിയിലൊക്കെ ഇരുട്ട് ആയി വരുന്നു. അപ്പോൾ നമുക്ക് താഴത്തേക്കൊക്കെ ഇറങ്ങി പോവാം. കണ്ടോ
ഇതൊക്കെ ദുർഘടം പിടിച്ച തെന്നിയൊന്നും വീഴാതെ നമ്മൾ ഇറങ്ങണം. ഇതുണ്ടോ നല്ല ദുർഘടമാണ്. അപ്പോൾ ഈ ദുർഘടം പിടിച്ച സ്ഥലത്തോടെയൊക്കെ നമുക്ക് ഇറങ്ങിപ്പോയി ആസ്വദിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു കാര്യം തന്നെയാണ്. കണ്ടോ താഴത്തേക്കൊക്കെ നോക്കിയാൽ ഡീപ്പാണ്, നല്ല ഡീപ്പ് പൊക്കയാണ്. കണ്ടോ ഇതാ കാണുന്നതാണ് പരുന്തിൻ്റെ തലയായിട്ട് സങ്കല്പിക്കുന്ന ആ ഒരു പാറ. അവിടെയൊക്കെ നമ്മുടെ പിള്ളേരൊക്കെ ഒരു ഫോട്ടോസൊക്കെ എടുക്കുന്നു. അതൊക്കെ ഇവിടുന്ന് കാണാം. അപ്പം നമ്മൾ ഇറങ്ങിപ്പോവാം. ഒരു പാറ സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ. ഇവിടെ വരുമ്പോൾ ചെങ്കുത്തായ രീതിയിലാണ്. അപ്പോൾ നമുക്ക് ആ പരുന്തിൻ്റെ തല എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞിരുന്നല്ലോ അണ്ണൻ. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം. നല്ലൊരു വിഷ്വലാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ, കാരണം ഇവിടെ വരുമ്പോൾ ഒരു ടോപ്പ് വ്യൂ ഡ്രോൺ ഇതൊക്കെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അത്രയധികം ഭംഗിയുള്ളൊരു ഷോട്ടൊക്കെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇടുക്കിയിലൊക്കെ വരുമ്പോൾ വാഗമണ്ണിനടുത്ത് തന്നെയാണ്. ഏകദേശം അവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു 30 കിലോമീറ്ററൊക്കെ എറൗണ്ട് അടുത്ത് കണ്ട് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. ഒരു 1 അവറൊക്കെ എങ്ങനെ പോലും ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ഇതുപോലുള്ളൊരു നല്ലൊരു കല്ലൊക്കെ ചവിട്ടി ഇറങ്ങി നമുക്ക് പോകാനൊക്കെ പയ്യെ ആസ്വദിച്ച് പോകാനൊക്കെ പറയുന്നത് നല്ലൊരു രസമാണ്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നല്ല പച്ചപ്പും ആസ്വദിക്കാം. ഇത് പറഞ്ഞിരുന്നല്ലോ ഇവിടെ നിന്നൊക്കെ മഴയത്തൊക്കെ വരുന്നെങ്കിൽ ആ അരുവിയൊക്കെ കാണാൻ നല്ല രസമാണ്. ഇത് കാണിച്ചു തരാൻ ക്ലോസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒഴുകുന്ന അരുവിയൊക്കെ മഴയുള്ളപ്പോൾ അത് വരത്തുള്ളൂ. 2-3 ബായിമാരാണ് അവിടെ ട്രൈപ്പോഡൊക്കെ കൊണ്ടുവച്ച് നല്ല ആയിട്ട് എൻജോയ് ചെയ്യുന്നത് കാണാം. പക്ഷേ ഇറങ്ങി വരലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇത് താഴെ എന്നാലും എത്തിയിട്ടുണ്ട്. അപ്പം ഞാനും ജിബിനും ഇറങ്ങി താഴെ വന്നു. ഇനി ഇവിടുന്ന് ആ ഒരു പരുന്തിൻ്റെ തലയെന്ന് പറഞ്ഞില്ല, അതിലൊന്ന് പോകണം, അതിലൊന്ന് കയറി നോക്കണം. താഴത്തേക്കുള്ള വ്യൂ ഒക്കെ എൻ്റെ പൊന്നെ എന്നാക്കിടുക. ഇവിടെ നിന്നൊക്കെ താഴത്തേക്ക് പോയിട്ടുണ്ടോ ഉരുണ്ടും പോകത്തുള്ളൂ, പിന്നെ ആളെ പോലും കിട്ടത്തില്ല. അതുപോലെ തന്നെ എന്തുണ്ടോ താഴത്തേക്ക് നോക്കൂ, അതുപോലെ ഡെപ്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വരുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ശ്രദ്ധിച്ച് തന്നെ വരണം. എന്നാലും നല്ല മൂടലുള്ള സമയത്താണ് ഇവിടെ വന്നത്, അത് തന്നെ ഒരു പ്രശ്നം. മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് ഒരു തോന്നൽ. എന്തായാലും തന്നെ പെയ്യട്ടെ. നല്ലൊരു പച്ചപ്പ്. എന്തായാലും ഞാൻ കഴിഞ്ഞ ജനുവരിയിൽ ഇവിടെ വന്നു പോയതാണ്. ജനുവരി അല്ല, ഒരു മാർച്ചൊക്കെ സമയത്ത്. ആ സമയത്ത് ഇവിടെ തീയൊക്കെ ഇട്ട് ഫോറസ്റ്റുകാർ ഇവിടെ തീയിടും ആ സമയമാകുമ്പോഴത്തേക്കും. കാരണം ഇവിടെ നിന്ന് മേളിൽ നിന്നാരും കാട്ട് തീയിട്ട് ഉള്ളിലേക്ക് ഫോറസ്റ്റാണ്, അങ്ങോട്ട് തീ പടരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അവർ തീയിട്ട് വിടും. അപ്പോൾ ആ സമയത്തൊക്കെ വന്നാൽ ഇവിടെ ഇത്ര കണ്ട് ഭംഗിയൊന്നുമില്ല. ഇപ്പോൾ ക്യാമറ ഞാൻ തിരിക്കപ്പോൾ കണ്ടോ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ള ഒരു മലയുടെ വിഷ്വൽസ് ഒരു രക്ഷയില്ല കേട്ടോ. നല്ലൊരു ആംബിയൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ആളുകൾ വന്ന് നിൽക്കുന്നതാണ്. എന്തായാലും മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന നല്ലൊരു കാഴ്ചയാണ് നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നത്. നമ്മളിറങ്ങി ഒരുപാട് ടൂറിസ്റ്റുകൾ മേലെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഈ ടോപ്പിൽ നിന്നാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി കുറച്ച് ടൂറിസ്റ്റുകളോടെ ഇറങ്ങി വരുന്നുണ്ട്. അവരെല്ലാം എൻജോയ് ചെയ്ത് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ മനോഹര കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് നമുക്ക് നമ്മുടെ പരുന്തിൻ്റെ തലയെന്ന് പറഞ്ഞ ആ ഒരു പാറയിലേക്ക് കൂടെ ഇറങ്ങിപ്പോയിട്ട് നമുക്ക് എന്താണ് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതെന്ന് നോക്കാം. ഓ, നല്ല ചെങ്കുത്തായ ഒരു വഴിയാണ് കേട്ടോ. ഉണ്ടോ?
നല്ല ഭംഗിയാണ്. ഇവിടെ മഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ടോ ഇതിൽ ഇറങ്ങിപ്പോയി ഇതാ ചെങ്കുത്തായ പാറക്കട നമ്മൾ വലിഞ്ഞു കയറി ടോപ്പിൽ ചെല്ലണം. അവിടെ 2 ഭായിമാർ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അതാണ് ഈ കാണുന്നത്. ഇപ്പോൾ വെട്ടക്കുറവിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇപ്പോൾ ഒരു നിഴല് പോലെ കാണുന്നത്. ഇറങ്ങിപ്പോവാം. ഒരുപാട് സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ. ഇവിടെ വരുമ്പോൾ ചെങ്കുത്തായ രീതിയിലാണ്. കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ഡീപ്പറാണ്. ഇവിടുന്ന് സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീണാൽ പിന്നെ പൊടി പോലും കിട്ടില്ല. ആ രീതിയിൽ താഴ്ചയ്ക്ക് പോകും. അതുപോലെ ഇതുണ്ടോ നല്ല ചെങ്കുത്തായ രീതിയിൽ തന്നെയാണ് പോയേക്കുന്നത്. കണ്ടോ, നമുക്ക് മുകളിലോട്ട് കയറാം. ഭായിമാരുടെ അടുത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ പരുന്തിൻ്റെ ആ തലയായിട്ട് സങ്കല്പിക്കുന്ന ആ ഒരു പാറയിലേക്കാണ് കയറി പോകുന്നത്. യാ, ഇവിടെ ടോപ്പിലെത്തി. കണ്ടോ, എത്രത്തോളം ഡീപ്പറാണെന്നുള്ളത് കാണാം. കണ്ടോ, നമ്മൾ പരുന്തുപാറയുടെ ഏറ്റവും പീക്കിൽ വന്ന് കണ്ടോ ആ ഒരു വശ്യമായ ഒരു ഭീകരത ആസ്വദിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും ഭംഗിയുള്ള ഈ സ്ഥലങ്ങളൊക്കെ ഈ വാഗമണ്ണൊക്കെ വരുമ്പോൾ ഒന്ന് കാണണം. അത് ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു ഏരിയ ആണ്. എന്നാലും നമ്മുടെ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഇവിടെ വരുമ്പോൾ ഓരോ വീഡിയോ ചെയ്ത് വെക്കുന്നത് നമുക്കിവിടെ വരുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എടുക്കുന്ന പോലെ തന്നെയാണ്. അപ്പം ഈ പീക്കിൽ നിന്ന് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും മനോഹരമായ ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മൾ ഇവിടെ പിരിയാണ്. ഇപ്പം നമുക്ക് അടുത്ത തന്നെ മറ്റൊരു നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഇത് നല്ലൊരു ക്ലൈമറ്റിലെടുക്കാം. കാരണം ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് വളരെ മോശമാണ്. മഞ്ഞൊക്കെ ഇറങ്ങി വരുന്നു. അതോടൊപ്പം തന്നെ നല്ല കാഴ്ചകളും നമുക്ക് നേരിട്ട് ആസ്വദിക്കാൻ സാധിക്കും. പക്ഷേ ഈ വീഡിയോ എടുക്കുമ്പോൾ നല്ലതായിട്ട് ഡാർക്കായി പോവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കേ.